Hello friends, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഓണത്തിന് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് വേണ്ട, അത്രയും ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരു ഇഞ്ചി പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചി പച്ചടി ഓർ ഇഞ്ചി തൈര് എന്ന് പറയും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യം ഇഞ്ചിപ്പച്ചയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി തന്നെയാണ്. ഞാൻ അപ്പോൾ അത് 2 കഷ്ണം, അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഒരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് തൈര് വേണം. തൈര് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് പച്ചടിക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ജീരകം ആൻഡ് ഇച്ചിരി കടുകും. ഇത്ര ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ചടപിടിയിൽ നിന്ന് ഈ കറി ഉണ്ടാക്കാം. ഓക്കെ, മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ, ഇട്ടിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ ജീരകം, പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. നമ്മൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാൻ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അരപ്പ് എന്നിട്ട് ഇതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം. എൻ്റെ തൈര് നല്ല കട്ടി തൈരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിലിത്തിരി വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇഞ്ചി നമ്മൾ ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ വേണ്ടൂ. റോ ടേസ്റ്റ് മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ, ഇച്ചിരി സമയം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. 1-2 മിനിറ്റിൽ തന്നെ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മളുടെ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന്, ഓൾറെഡി ഇതിൽ കുറച്ച് ചൂടുണ്ടാവില്ല, അപ്പോൾ പിന്നെ ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. എന്നാലേ ഇതിൻ്റെ ഞാൻ കറി ലീവ്സും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഇട്ടാൽ ശരിക്കും ആയ ഇഞ്ചി പച്ചടിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പാൻ ഓൺ ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാനിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുളകും കൂടി ഇടണം കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഉണങ്ങിയ മുളകും കൂടി ഇങ്ങനെ ഇടാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ച മുളക് ഇതും കൂടി ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.